Welcome to part 7 of our mutual fund video series. Part 6 വരെയുള്ള വീഡിയോസ് കണ്ടിട്ടാണല്ലോ ഈ വീഡിയോ കാണുന്നത്. Make sure you watch from part 1. Okay. അപ്പം ഇതുവരെയുള്ള വീഡിയോ സീരീസ് നിന്ന് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഏത് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ഫണ്ട് പറയുമ്പോഴും അതിന്റെ ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഏത് ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാനല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, നിങ്ങളാണ്. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവുള്ളൂ. ഓക്കെ, എപ്പോഴും ഇത് ഓർക്കുക, ബി ഇൻഡിപെൻഡന്റ്. അപ്പൊ സ്വന്തം അനാലിസിസിലൂടെ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഏത് ഫണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശ ധാരണ ആ കഴിഞ്ഞ വീഡിയോ സീരീസിലൂടെ കിട്ടിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞൊരു ഫണ്ട് വേണം, നിങ്ങൾ ലാർജ് ക്യാപ്പ് ഫണ്ട് വേണം, നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ SBIന്റെ ലാർജ് ക്യാപ്പ് ഉണ്ടാവും, HDFCന്റെ ലാർജ് ക്യാപ്പ് ഉണ്ടാവും, ICICI പ്രൊഡൻഷ്യലിന്റെ ലാർജ് ക്യാപ്പ് ഉണ്ടാവും. നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫോൺ വേണം, ഫോണാണ് നിങ്ങളുടെ റിക്വയർമെന്റ്. മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഉണ്ടാവും, സാംസങ്ങിന്റെ ഉണ്ടാവും, OnePlusന്റെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ഒരു ഫോൺ? നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കും, അല്ലെ അതിന്റെ പാരാമീറ്റേഴ്സ് നോക്കും, നിങ്ങൾ മെമ്മറി നോക്കും, ബാറ്ററി പവർ നോക്കും, പിന്നെ എന്തൊക്കെ നോക്കും? ക്യാമറ ക്വാളിറ്റി നോക്കില്ലേ? ആ ക്യാമറ ക്വാളിറ്റി നോക്കും. അങ്ങനെ പലതും നോക്കിയിട്ടാണ് നിങ്ങൾ ഒരു ഫോൺ സെലക്ട് ചെയ്യുക അല്ലെ? അതുപോലെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ പല പാരാമീറ്റേഴ്സ് നോക്കണം. ആ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ HDFCന്റെ വേണോ, SBIന്റെ വേണോ, ICICIന്റെ വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്, അതായത് ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട പാരാമീറ്റേഴ്സ്. അപ്പം റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പാരാമീറ്റർ AUM, അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. AUM അതായത് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന ഈ ഒരു ടേം ആംഫിന്റെ വെബ്സൈറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ്ഡ് ബൈ എൻ AMC എന്നാണ്. ഓക്കെ, എന്താണ് AMC? അസറ്റ് മാനേജ്മെന്റ് കമ്പനി. നമ്മൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് സ്ട്രക്ചർ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, നൗ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആദ്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ പണം വാങ്ങും അല്ലെ? ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ പണം പൂൾ ചെയ്തിട്ട് അത് പല സെക്യൂരിറ്റീസിലും ആ ഒരു AMCന്റെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ എത്ര പണിയാ പൂൾ ചെയ്തിട്ടുള്ളത്? 2000. അപ്പൊ ഈ 2000 രൂപ എന്താണ്? ഈ ഒരു കമ്പനീന്റെ AUM ആണ്. ഇനി ഈ AUM എപ്പോഴൊക്കെയാണ് മാറുക? കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ AUM മാറൂലേ? മാറും അല്ലെ? ഇൻവെസ്റ്റേഴ്സ് കൂടുമ്പോഴും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് കുറയുമ്പോഴും AUM കൂടുകയും കുറയും ചെയ്യും. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ AUM കൂടും, പൈസ പിൻവലിക്കുന്ന സമയത്ത് AUM കുറയും. അത് മാത്രമാണോ? ഇവിടെ എന്താ പറഞ്ഞത്? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ്ഡ് ബൈ എൻ AMC എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ സംഭവിക്കുമ്പോഴും AUM കൂടും. അപ്പൊ ഒരു ഫണ്ടിന്റെ AUM സൂചിപ്പിക്കുന്നത് ആ ഒരു ഫണ്ടിന്റെ പോപ്പുലാരിറ്റിയും പെർഫോമൻസും ആണ്. അതായത് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആൾക്കാർ കൂടുതൽ പൈസ ഇടണം, അപ്പോഴാണ് AUM കൂടുന്നത് അല്ലെ? അപ്പൊ ഡെഫിനറ്റ്ലി AUM കൂടുതലുള്ള ഫണ്ട്സ് പൊതുവെ വളരെ പോപ്പുലർ ഫണ്ട് ആയിരിക്കും. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, SBI മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ AUM 100 കോടി ആണെങ്കിൽ ഈ 100 കോടി വെച്ചാണ് നമ്മുടെ ഫണ്ട് മാനേജർ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ AUM എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഫണ്ട് ഹൗസിന് നമ്മൾക്ക് എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സ്കീംസ്, ആ ഫണ്ട് ഹൗസിന്റെ താഴെയുള്ള ഓരോ സ്കീംസിനും പ്രത്യേകം AUM ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, SBI മ്യൂച്വൽ ഫണ്ട് അതൊരു ഫണ്ട് ഹൗസ് ആണ് അല്ലെ? SBI ആണ് ഫണ്ട് ഹൗസ്. SBI മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യും? പല സ്കീംസ് പുറത്തിറക്കും. SBI ലാർജ് ക്യാപ് ഫണ്ട് ഉണ്ടാവാം, SBI ലിക്വിഡ് ഫണ്ട് ഉണ്ടാവാം, അതുപോലെ SBIന്റെ ഏതെങ്കിലും ഹൈബ്രിഡ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ പല സ്കീംസ് SBI പുറത്തുവിടുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇത്തരം സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഓരോ സ്കീംസിനും അതിൻ്റെതായ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഉണ്ട്, അതായത് AUM ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ പറഞ്ഞ SBIന്റെ ലാർജ് ക്യാപ് ഫണ്ടിന് ഒരു 10 കോടി രൂപയാണ് AUM ആയിട്ടുള്ളത്. SBIന്റെ ലിക്വിഡ് ഫണ്ടിൽ ഒരു 5 കോടി രൂപ AUM ആയിട്ടുണ്ട്. SBIന്റെ മൂന്നാമത്തേതായിരുന്നു ഹൈബ്രിഡ് ഫണ്ടിൽ ഒരു 5 കോടി രൂപ. അപ്പം ഓരോ സ്കീമിന്റെ AUM ആണിത്. അപ്പം SBI മ്യൂച്വൽ ഫണ്ട് എന്ന ഫണ്ട് ഹൗസിന്റെ ടോട്ടൽ AUM എത്രയാണ്? 10 + 5 + 5 20 കോടി രൂപ. ഓക്കെ, അപ്പം ഒരു ഫണ്ട് ഹൗസിന് ടോട്ടൽ ആയിട്ടൊരു AUM ഉണ്ടാവും, അത് പല സ്കീംസിലും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആംഫിന്റെ വെബ്സൈറ്റിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ ആവറേജ് AUM, ക്വാർട്ടർലി ആവറേജ് AUMന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും SBI മ്യൂച്വൽ ഫണ്ടിനാണ് ഏറ്റവും കൂടുതൽ AUM ഉള്ളത് അല്ലെ? പിന്നെ HDFC, പിന്നെ ICICI പ്രൊഡൻഷ്യൽ, അങ്ങനെ വരും. സോ ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ 7 ഉള്ളത്. ഓക്കെ, ഇപ്പൊ ആംഫിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫണ്ട് ഹൗസിന്റെയും ഈ AUM കാണാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ലാർജ് AUM ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ കുറഞ്ഞ AUM ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ? ദർ ഇസ് നോ സ്ട്രേറ്റ് കട്ട് ആൻസർ ഫോർ ദിസ്. ഓക്കെ, ലാർജ് AUM ഉള്ള മ്യൂച്വൽ ഫണ്ടാണ് നല്ലത്, അല്ലെങ്കിൽ കുറവ് AUM ഉള്ള മ്യൂച്വൽ ഫണ്ടാണ് നല്ലത്, അങ്ങനെ ഒരു സ്ട്രേറ്റ് കട്ട് ആൻസർ ഇല്ല. പക്ഷേ ലാർജ് AUM എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം?
അവർക്ക് ഒരുപാട് ഫണ്ട്സ് ഉണ്ട് അല്ലെ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ് ഒരു ടെൻഡൻസി ഉണ്ടാവുക, അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ മനുഷ്യന്മാരുടെ ഒരു ടെൻഡൻസി ആണല്ലോ. ഇപ്പൊ കുറഞ്ഞൊരു ഫണ്ട് സൈസ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടു, കുറച്ച് അധികം ഫണ്ട് സൈസ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടു, നമുക്ക് എന്ത് തോന്നാം, ഇതിൽ കുറച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇതിലാണെങ്കിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ കുറെ പേര് ഉണ്ടാവുമല്ലോ നമ്മളൊപ്പം അല്ലെ, അങ്ങനെ ആലോചിച്ചിട്ടായിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജോക്സ് എപ്പാർട്ട്, അപ്പൊ നമ്മൾ എന്താ ടെൻഡൻസി, അതായത് ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് അല്ലെ, ഒരു വിശ്വാസം, ക്രെഡിബിലിറ്റി അതൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത്തരം മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഹൈ AUM ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ്സ് എന്തായിരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്രെഡിബിൾ ആണ്, ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും അല്ലെ. SBI, HDFC ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം ഫീൽ ചെയ്യുന്നില്ലേ, അത് തന്നെയാണ്. അപ്പം AUM കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ട്സിന് ക്രെഡിബിലിറ്റി കൂടുതലായിരിക്കും, ഒരുപാട് ആൾക്കാർ അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് അതിന്റെ അർത്ഥം എന്താണ്, ദേ ഹാവ് ലോട്ട് ഓഫ് ഫണ്ട്സ്, ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ മാനേജ് ചെയ്യുന്നവരുടെ അടുത്ത് ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി അവർക്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒരുപാട് പൈസ ആകുമ്പോൾ ഫണ്ട് മാനേജർക്ക് ഒരു ചലഞ്ചാണ്. ഈ പൈസ ഒരുപാട് വരുമ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കണ്ടേ. അപ്പം കുറച്ച് പൈസ ആകുമ്പോൾ നമുക്ക് സെലക്ടഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഇങ്ങനെ ഫോളോ ചെയ്യാം. ബട്ട് ഒരുപാട് പൈസ വരുമ്പോൾ അയാൾ ഡൈനാമിക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചാണ് ഫണ്ട് മാനേജർക്ക് അല്ലെ. ഇതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഫണ്ട്സിനെ വെച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു ലാർജ് ക്യാപ് ഫണ്ട്, ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ETF ഇതുപോലുള്ള ഫണ്ട്സിലൊക്കെ കൂടുതൽ ഫണ്ട് വന്നു കഴിഞ്ഞാലും അത്ര ചലഞ്ച് ഇല്ല. പക്ഷേ നേരെ മറിച്ച് ഒരു സ്മോൾ ക്യാപ് ഫണ്ടിലും മിഡ് ക്യാപ് ഫണ്ടിലൊക്കെ ഒരുപാട് ഫണ്ട് വരുമ്പോൾ അത് ഫണ്ട് മാനേജർക്ക് ഒരു ചലഞ്ചിങ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. പിന്നെ കൂടുതൽ AUM ഉള്ള ഫണ്ടിന് പൊതുവെ എക്സ്പെൻസസ് കുറവായിരിക്കും. ഓക്കെ, അപ്പം രണ്ട് മ്യൂച്വൽ ഫണ്ട് എടുത്തു നമ്മൾ, ഒന്നിന് AUM കൂടുതലാണ്, മറ്റൊന്നിന് AUM കുറവാണ്. അപ്പം എക്സ്പെൻസ് കുറവ് ഏതിനായിരിക്കും, ഈ AUM കൂടിയ ഫണ്ടിനായിരിക്കും. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആക്കാം. അപ്പം AUM പറ്റി കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, AUM മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യരുത്. AUM കൂടിയ ഫണ്ട് ഹൈ റിട്ടേൺസ് തരണം എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതേപോലെ AUM കുറവ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺസ് കുറയണം എന്നുമില്ല. Okay, there is no straight cut answer, but people usually go for credibility, brand value അല്ലെ, വിശ്വാസം, അതല്ലേ അല്ല. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ഫണ്ട്സ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് റിമെമ്പർ AUM is not a single parameter to select a mutual fund. ഓക്കെ, ഇനി നെക്സ്റ്റ് നെറ്റ് അസറ്റ് വാല്യൂ, NAV. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് NAV. ഒരുപാട് പേർക്ക് കുറെ മിത്സ് ഉണ്ട് ഈ NAV ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ മിത്സ് ഒക്കെ നമ്മളിപ്പോൾ പൊളിച്ചടക്കും. ഓക്കെ, അതുകൊണ്ട് NAV എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. NAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ആണ്. അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്താണ് വാങ്ങുന്നത്, ഷെയർസ് വാങ്ങുന്നു അല്ലെ. മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് നമ്മൾ യൂണിറ്റ്സ് വാങ്ങുന്നു. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നത്, നമ്മളടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പല ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്താക്കും, കുറെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ യൂണിറ്റ്സിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിന്റെ ഒക്കെ ചെറിയ ചെറിയ പോർഷൻ ഉണ്ടാവും. എന്നിട്ട് ആ യൂണിറ്റിന് ഒരു മാർക്കറ്റ് വില നിർണ്ണയിക്കും. ഓക്കെ, ആ മാർക്കറ്റ് വിലയാണ് ശരിക്കും NAV. ഈ NAV കാൽക്കുലേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാരണം ഈ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിന്റെ ഒക്കെ മാർക്കറ്റ് വിലയായിട്ട് കണക്റ്റഡ് ആണ് NAV അല്ലെ. ഈ സെക്യൂരിറ്റീസിന്റെ ഒക്കെ വില മാറുന്നതിനനുസരിച്ച് നമ്മുടെ NAVന്റെ വില മാറും. കാരണം NAVന്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്, ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ പോർഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സെക്യൂരിറ്റീസിന്റെ ഒക്കെ മാർക്കറ്റ് വില ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു NAV ആണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ആ ഷെയറിന്റെ മാർക്കറ്റിന് വരുന്ന ഷെയർ പ്രൈസ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ യൂണിറ്റ്സ് ആണ് വാങ്ങുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് നമ്മൾ അതിന് ആ ഒരു മാർക്കറ്റ് വാല്യൂനെ NAV എന്നാണ് പറയാം, നെറ്റ് അസറ്റ് വാല്യൂ. അപ്പം ഇതിന്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഈ ഫോർമുല ഒരു എക്സാമ്പിളോടെ മനസ്സിലാക്കാം. സപ്പോസ് നമ്മുടെ ഫണ്ട് മാനേജറുടെ അടുത്ത് 6000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 6000 രൂപ അദ്ദേഹം എന്ത് ചെയ്യും, പല അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. ഷെയർസ് ഉണ്ടാവാം, ബോൺസ് ഉണ്ടാവാം അല്ലെ. അങ്ങനെ പല അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അസറ്റ്സിനെ മൊത്തത്തിൽ പല യൂണിറ്റ്സ് ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം മൊത്തം ഒരു 10 യൂണിറ്റ്സ് ആക്കി മാറ്റി എന്ന് വിചാരിച്ചോ. ആ 10 യൂണിറ്റ്സ് ആണ് അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് 6000 രൂപ അദ്ദേഹം ഇത്തരം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് 10 യൂണിറ്റ്സ് ആക്കി മാറ്റി. അപ്പൊ ഓരോ യൂണിറ്റിനും എത്രയാണ് വില, ഇപ്പം 6000 രൂപ വിലയുള്ള സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു യൂണിറ്റിന് എത്രയാണ്, 600 രൂപ. ആ 600 രൂപ നമ്മൾക്ക് തരില്ല. ഓക്കെ, അപ്പം അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്നൊരു ടേമും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഈ അസറ്റ്സ് ഒന്ന് ലയബിലിറ്റീസ് കുറക്കും. ഈ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് പല ബാധ്യതകൾ ഉണ്ടാകും മ്യൂച്വൽ ഫണ്ട് ഹൗസിന്. ഫോർ എക്സാമ്പിൾ ഒരു കോമൺ ആയിട്ടുള്ള ബാധ്യത വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ട് പിൻവലിച്ചു. ഓക്കെ, പിൻവലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് കമ്പനിക്ക് ഒരു ലയബിലിറ്റി അല്ലേ. അതായത് ഇന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NAV ഓരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്യും. ആരാണ് NAV പബ്ലിഷ് ചെയ്യുന്നത്,
ആംഫി. നമ്മൾ പാർട്ട് 2 ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്നതൊരു ലയബിലിറ്റി ആയി മാറിയില്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് ലയബിലിറ്റി ആയി, അത് അസറ്റ്സിൽ പെടൂല അല്ലെ. ആ ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ട് പിൻവലിച്ചു. അപ്പം അത്തരം ലയബിലിറ്റീസ്, അത് മാത്രമല്ല ഫണ്ട് മാനേജറുടെ ശമ്പളം വരും, അതായത് അക്രൂഡ് എക്സ്പെൻസസ്, അതായത് ഫണ്ട് മാനേജർക്ക് കൊടുക്കാനുള്ള ശമ്പളം. ഇപ്പൊ ഓൾറെഡി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലയബിലിറ്റി എന്ന് മാറി. അപ്പൊ കൊടുക്കാനുള്ള ശമ്പളം, പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസസ്, അക്രൂഡ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ലയബിലിറ്റീസ് വരും. അപ്പം NAV എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ്സിന്റെ കംപ്ലീറ്റ് വാല്യൂൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിന്റെ ലയബിലിറ്റീസ് കുറച്ചിട്ട് അതിനെ എത്രമാത്രം യൂണിറ്റ്സ് ആണ് മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് NAV. അപ്പം NAV എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് വിലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നാളെ ഈ ഷെയർസിന്റെയും ബോൺസിന്റെ ഒക്കെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? NAV കൂടും അല്ലെ. വില കുറഞ്ഞാലോ NAV കുറയും. അപ്പം NAV എന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ടിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് കാണിച്ചു തരുന്നത്. അപ്പൊ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് NAV കൂടി കൂടി വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ 2 മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ NAV 100 രൂപ, മറ്റൊരു മ്യൂച്വൽ ഫണ്ടിന്റെ NAV 500 രൂപ. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യും? ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തത് ആക്സിസിന്റെ ഒരു മ്യൂച്വൽ ഫണ്ടിന് NAV 100 രൂപയാണെന്ന് വിചാരിച്ചോ, HDFCന്റെ മ്യൂച്വൽ ഫണ്ടിന് NAV 500 രൂപയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക? നിങ്ങൾ 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ എത്ര യൂണിറ്റ്സ് കിട്ടും? NAV എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന്റെ വിലയാണ് അല്ലെ. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ യൂണിറ്റ്സ് ആണ് വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് കിട്ടും? 5000 രൂപക്ക് 50 യൂണിറ്റ്സ് കിട്ടും അല്ലെ. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞോ? 5000 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇനി നിങ്ങൾ 5000 രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്? 10 യൂണിറ്റ്സ്. നിങ്ങൾ ഏത് വാങ്ങും? ക്വസ്റ്റ്യൻ മാർക്ക്. ഏത് വാങ്ങും? അപ്പൊ മിക്ക ആൾക്കാരും എന്താണ് ചിന്തിക്കുക? NAV കുറഞ്ഞത് വാങ്ങാം. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ എവിടെയാണ് കിട്ടുന്നത്? NAV കുറവുള്ള യൂണിറ്റ്സ് അല്ലെ. 5000 രൂപക്ക് നിങ്ങൾക്ക് 50 യൂണിറ്റ്സ് കിട്ടുന്നു, ഇവിടെ നിങ്ങൾക്ക് 10 യൂണിറ്റ്സേ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഈ 2 മ്യൂച്വൽ ഫണ്ടും ഒരേ ലാഭം തരുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് അടുത്ത കാൽക്കുലേഷൻ. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിന് ഒരു 10% റിട്ടേൺസ് കിട്ടിയെന്ന് വിചാരിച്ചോ. 10% റിട്ടേൺസ് കിട്ടിയെന്ന് വെച്ചാൽ എന്താണ്? NAVന്റെ വാല്യൂ 10% കൂടി അല്ലെ. ഷെയർ മാർക്കറ്റിലെ ഒരു ഷെയറിന് 10% റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ പ്രൈസ് 10% കൂടി അല്ലെ. അതേപോലെ ഇവിടെ NAV 10% കൂടി. അപ്പൊ എത്രയാണ് പുതിയ NAV? 110. ഇവിടെ 500 രൂപയാണ്. ഇവിടെ എത്രയാണ് 10%? 550 അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര യൂണിറ്റ്സ് ആണ് ഉള്ളത്? ഇവിടെ 50 യൂണിറ്റ്സ്. ഇപ്പൊ പുതിയ NAVന്റെ വാല്യൂ എത്രയാണ്? 110. നിങ്ങൾ 100 വാങ്ങിയ സാധനം 110 ആയി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര പൈസയായി? 5500 അല്ലെ. ഇനി ഈ ഒരു കേസിലോ 500 രൂപ 550 ആയി. നിങ്ങളുടെ കയ്യിലുള്ള യൂണിറ്റ്സ് എത്രയാണ്? 10. അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത് കയ്യിൽ? 10 × 550 5500 അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? 2 മ്യൂച്വൽ ഫണ്ടും ഒരേ റിട്ടേൺസ് തന്നു. NAV രണ്ടിന്റെയും ഡിഫറെന്റ് ആണ്. ഒരേ റിട്ടേൺസ് 2 മ്യൂച്വൽ ഫണ്ടും തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭവും ഈക്വൽ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് NAV അല്ലേ. ഹെൻസ് പ്രൂവ്ഡ് NAV ഈസ് നോട്ട് എ പാരാമീറ്റർ ടു സെലക്ട് എ മ്യൂച്വൽ ഫണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, NAV നോക്കിയിട്ടല്ല നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വരെ കാണിച്ചു തന്നു. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക ലോജിക്കലി. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ വാങ്ങുമ്പോൾ അതിന്റെ ഷെയർ പ്രൈസ് നോക്കിയിട്ടാണോ വാങ്ങുക? NAV എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് അല്ലെ. ഷെയർ മാർക്കറ്റിൽ എന്താണോ മാർക്കറ്റ് ഷെയർ പ്രൈസ്, അതാണ് മ്യൂച്വൽ ഫണ്ടിലെ NAV. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നോക്കിയിട്ടാണോ വാങ്ങുന്നത്? ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 2 രൂപ, വേറൊരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 1000 രൂപ. 2 രൂപയുടെ ഷെയർ അത് മതി, അങ്ങനെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക? അല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ NAV നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ NAV മുകളിലോട്ടേക്ക് പോകും. കാരണം NAV സൂചിപ്പിക്കുന്ന ആ മാർക്കറ്റ് വാല്യൂ അല്ലേ. അപ്പൊ മ്യൂച്വൽ ഫണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി NAV മുകളിലോട്ട് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺസേൺ ഉണ്ടാവും, മാർക്കറ്റിൽ എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ പ്രസക്തി വരുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം SIPന്റെ ബെനിഫിറ്റ്സ് നമുക്ക് SIP പഠിക്കുമ്പോൾ കവർ ചെയ്യാം. ഓക്കെ, ഇനി ഈ NAVക്ക് ഒരു എക്സംഷൻ ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ NAV നോക്കണം. ഡിവിഡൻഡ് തരുന്ന സ്കീംസിൽ നിങ്ങൾ NAV നോക്കി സെലക്ട് ചെയ്യണം. അതായത് ഡിവിഡൻഡ് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫേസ് വാല്യൂ പെർ യൂണിറ്റ്. അതായത് ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി നമുക്ക് ഡിവിഡൻഡ് തരുവാണെങ്കിൽ 10% ഡിവിഡൻഡ് തരുന്ന വെച്ചാൽ 10% ഓഫ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ ജനറലി 10 രൂപയാണ് ഉണ്ടാവുക. അപ്പം 10 രൂപേന്റെ 10% ഇൻടു നമ്പർ ഓഫ് യൂണിറ്റ്സ്. എത്ര യൂണിറ്റ്സ് നമ്മൾ എടുത്തുണ്ടോ അതാണ് നമ്മൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മളടുത്ത് കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ 2 മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ NAV കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആണല്ലോ. അപ്പം
NAV കുറഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുക. ആ ഒരു കേസിൽ ഡിവിഡൻഡ് തരുന്ന സ്കീംസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ NAV കുറഞ്ഞത്, ഈ ഒരു കേസ് ഇങ്ങനെ ഒരു ഡിവിഡൻഡ് യൂണിറ്റിന്റെ മുകളിൽ കിട്ടുന്നതുകൊണ്ട് അവിടെ നമ്മൾ NAV നോക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം NAV നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് നോക്കിയിട്ടാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്? NAV നമ്മൾ നോക്കണ്ട, AUM നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് നോക്കിയിട്ടാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്? പെർഫോമൻസ്, പാസ്റ്റ് പെർഫോമൻസ്. എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുക? അതിന്റെ ഇത്ര നാളത്തെ റിട്ടേൺസ് നോക്കണം, ഓക്കെ, അതിന്റെ റിസ്ക് നോക്കണം, അതിന്റെ ബെഞ്ച് മാർക്ക് നോക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം പാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടത്. പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ് ഫ്യൂച്ചറിൽ നന്നായി പെർഫോം ചെയ്യോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. എപ്പോഴും ഓർക്കുക, പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചറിൽ നന്നായി പെർഫോം ചെയ്യുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നും തരില്ല. പക്ഷെ നമ്മൾക്ക് അതേ നോക്കാനുള്ളൂ. കാരണം എന്താണ് ഇവിടുത്തെ റിസ്ക്? മാർക്കറ്റ് റിസ്ക് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക്. ഇവിടെ ഒരു റിസ്കേ ഉള്ളൂ, അത് മാർക്കറ്റ് റിസ്ക് ആണ്. അത് നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയിട്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. ആൻഡ് പാസ്റ്റ് പെർഫോമൻസ് റിയലി മാറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ, ഒരു മൂവി ഡയറക്ടർ അദ്ദേഹത്തിന്റെ സിനിമയിൽ മ്യൂസിക് ഡയറക്ട് ചെയ്യാൻ വേണ്ടി AR റഹ്മാനെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പാസ്റ്റ് പെർഫോമൻസ് കണ്ടിട്ടല്ലേ. പക്ഷെ ആ ഒരു പാസ്റ്റ് പെർഫോമൻസ് കൊണ്ട് ഈ ഒരു മൂവിയിൽ ഇതുവരെ AR റഹ്മാൻ ചെയ്ത പാട്ടുകളെക്കാളും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പാട്ട് ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പക്ഷെ പാസ്റ്റ് പെർഫോമൻസ് മാറ്റർ ആണല്ലോ, മാറ്റർ ആണ്. നന്നായി പെർഫോം ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം അല്ലെ. പക്ഷെ പ്രോബബിലിറ്റി എന്താണ്? ഹിറ്റ് പാട്ട് വരാനാണ് പ്രോബബിലിറ്റി കൂടുതൽ അല്ലെ. അതന്നെ. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രാക്ടിക്കലി നോക്കും, തിയറിറ്റിക്കലി അല്ല, പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. വാല്യൂ റിസർച്ചിന്റെ സൈറ്റിൽ പോയിട്ട് ഒരു ഫണ്ട് എടുക്കുക, അതിന്റെ റിട്ടേൺസ് ഒന്ന് നോക്കുക, ബെഞ്ച് മാർക്ക് ഒന്ന് നോക്കുക, റിസ്ക് ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഗീവ്സ് മീ happiness and that gives me the motivation to upload videos. Okay, അപ്പോൾ ടേക്ക് കെയർ. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.